പത്തനംതിട്ട പെരുനാട്ടിലെ CITU പ്രവർത്തകൻ ജിതിനെ കൊലപ്പെടുത്തിയത് RSS ആരോപണം ശക്തമാക്കി CPIM. എന്നാൽ പ്രതികൾക്ക് ജിതിന്റെ ബന്ധുവിനോട് വ്യക്തിവൈരാഗ്യമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. CPM ആരോപണം BJP നേതാക്കളും തള്ളി. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് നാടിനെ നടുക്കിയ കൊലപാതകം. സംഘം ചേർന്ന് ജിതിനെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ജിതിന്റെ സുഹൃത്ത് വിഷ്ണു പറഞ്ഞു. വിഷ്ണുവിനും സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു. ജിതിൻ പുറകെ വന്ന് നിൽക്കുന്ന കണ്ടപ്പോഴേ ഈ നിഖിലേഷ് എന്ന് പറയുന്നൊരു പയ്യൻ ഇവനെ കൊല്ലടാന്നും പറഞ്ഞ് അടിച്ചു കൊല്ലടാന്നും പറഞ്ഞ് ചാടി വരുന്ന കണ്ടത്. അന്നേരത്തേക്ക് ഈ പറയുന്ന വിഷ്ണു കാറിനകത്തുനിന്ന് വടിവാളെടുത്ത് കുത്തുമായിരുന്നു. ബേക്കറിയിൽ സാധനം വാങ്ങാനെത്തിയ വിഷ്ണുവിന്റെ ബന്ധു അനന്തു അനിലും പ്രദേശത്ത് ചിലരും തമ്മിൽ തർക്കമുണ്ടായി. ഇത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് നയിച്ചു. പ്രശ്നമറിഞ്ഞെത്തിയ ജിതിനെ RSS പ്രവർത്തകനായ വിഷ്ണു വടിവാളുകൊണ്ട് കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തിയെന്നാണ് CPIMന്റെ ആരോപണം. ഇവർ രാഷ്ട്രീയ കൊലപാതകമായതുകൊണ്ടാണല്ലോ ഇവർ പ്ലാൻ ചെയ്ത് ഇവരുടെ കയ്യിൽ വാളും ആയുധങ്ങളും എല്ലാം ഉണ്ടായിരുന്നല്ലോ. സ്വാഭാവികമായി തന്നെ ഇവർ അവിടെ കൊലപാതകം നടത്താൻ തന്നെ വന്നതാണ്. എന്നാൽ ആരോപണങ്ങൾ BJP തള്ളി. പെരുന്നാട്ടിൽ ഇന്നലെ രാത്രി ജിതിൻ എന്ന് പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. മകനോട് ആർക്കെങ്കിലും രാഷ്ട്രീയ വൈരാഗ്യമുള്ളതായി അറിയില്ല എന്നായിരുന്നു പിതാവ് ഷാജിയുടെ പ്രതികരണം. വയറിൽ ആഴത്തിലേറ്റ കുത്തും തുടയിലെ ആഴമേറിയ വെട്ടും ജിതിനേറ്റിട്ടുണ്ടെന്നും ഇത് മരണത്തിലേക്ക് നയിച്ചു എന്നുമാണ് FIR പറയുന്നത്. രാഷ്ട്രീയ കാരണങ്ങളെ തുടർന്നാണ് കൊലപാതകമെന്ന് FIRലില്ല. സംഭവത്തിൽ 3 പേരാണ് പിടിയിലായത്. പ്രധാന പ്രതികളായ വിഷ്ണുവും നിഖിലേഷുമടക്കം ഇപ്പോഴും ഒളിവിൽ തന്നെ. സംഘർഷത്തിൽ പരിക്കേറ്റ വിഷ്ണു അടക്കമുള്ള 3-അംഗ സംഘം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെത്തി ചികിത്സ തേടാൻ ശ്രമിച്ചതിനു ശേഷമാണ് രക്ഷപ്പെട്ടതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കൊല്ലപ്പെട്ട ജിതിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ബഹ്റൈനിലുള്ള ജിതിന്റെ അമ്മ എത്തിയ ശേഷം നാളെയായിരിക്കും സംസ്കാരം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പെരുനാട്ടിൽ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുകയാണ്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.